റിഷാദ്, ഈ കുടുംബം, ഈ ഷമീറയും നയാസും അടങ്ങുന്ന കുടുംബം ഈ പ്രദേശത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവർക്ക് 3 കുട്ടികളാണെന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ നേരത്തെയും വിവാഹം കഴിച്ചിരുന്നു. അതിലുള്ള മൂത്ത മകൾ 17 വയസ്സുള്ള പെൺകുട്ടി, അവർ കൂടി ചേർന്നാണ് ഇപ്പോൾ പ്രസവം എടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഇത് എത്ര കാലമായിട്ട് അവിടെ താമസമെന്ന് അറിയില്ല. ആകെ എനിക്കറിയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകരും DMO ഓഫീസിലെ ഡോക്ടർമാർ, നേമം പോലീസ് ഇവരൊക്കെ വന്ന് എനിക്ക് മേളിൽ റെസ്റ്റോറൻ്റാണ് ഈ റോഡിൻ്റെ മേളിൽ. അവിടെ വന്നിട്ടുള്ള അന്വേഷണത്തിലാണ് എനിക്കറിയാമെന്നുള്ളത്. പിന്നെ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കണമെന്നറിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുടുംബത്തിനെ കണ്ടെത്തിയത്. അതിന് ഫ്രണ്ടിൽ നിന്നത് ഞാനിത് ഒരുപാട് ചികഞ്ഞാണ് കണ്ടെത്തിയപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അവളും അതിന് സപ്പോർട്ടാണ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട പാലക്കാട് അവൻ്റെ 3ാമത്തെ വൈഫാണ്. പിന്നെ ഇവൻ്റെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക, എന്നിട്ട് അടുത്ത് വേറെ കല്യാണം കഴിക്കുക, ആ ഒരു ടാർഗറ്റാണ് ഇവന്മാർക്കുള്ളത്. ഇവന്മാർ ആ ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയണത്. പിന്നെ വളരെ ഒരുപാട് നേരം നമ്മൾ അവനുമായിട്ട് സംസാരിച്ച് നോക്കി. ഒരു വിധത്തിലും അവർ നമ്മളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായില്ല. ഇത് ഏകദേശം ഒരു 10-40 ദിവസം മുമ്പാണ്. ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ജോലി അറിയില്ല. രാവിലെ 4 മണിക്ക് പോകും, രാത്രി 12 മണിക്ക് വരും എന്നുള്ളത് മാത്രമേ അറിയാവൂ. എന്താണ് ജോലി എന്ന് അറിഞ്ഞൂടാ. ഇപ്പം വലിയ ക്രിമിനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കള്ളനാണെന്നാണ് തോന്നുന്നത്. കാര്യം അറിയാത്ത കാര്യം നമ്മൾ തോന്നുന്നു എന്ന് പറഞ്ഞ് പറയരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രം ചർച്ചയിൽ പറയുക. ശ്രീ റിഷാദ്, ഞാൻ ഡോക്ടറിലേക്ക് പോകുന്നു. അല്ല, തോന്നുന്നല്ല ഇത് എനിക്ക് അങ്ങനെയാണ് തോന്നേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ സാധാരണപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുമല്ലോ. ഇത് വെളുക്കുന്ന മുമ്പേ പോകുന്നു, പാതിരാത്രി വരുന്നു എന്നാണ് എല്ലാ നാട്ടുകാരും നമുക്കറിയാം, വ്യക്തമായിട്ട് എനിക്കറിയാമെന്നുള്ളത്. ഡോക്ടർ അനുപമയിലേക്ക്. ഡോക്ടർ അനുപമ, വ്യക്തമായിട്ട് അറിയാം, കാരണം ഈ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.